രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം പുതുക്കിയ പാഠപുസ്തകങ്ങളുടെ വിതരണം. മറ്റൊന്ന്, കൈത്തറി യൂണിഫോമുകളുടെ വിതരണം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട് കേരളം പൊതുവെ വലിയ തോതിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ 13,000-ഓളമാണ്. 45 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇവിടങ്ങളിൽ പഠിക്കുന്നത്. ഈ കുട്ടികൾക്കെല്ലാം പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കുക, മറ്റ് സൗകര്യങ്ങൾ യഥാസമയം എത്തിച്ചു നൽകുക. ഇത് നമ്മുടെ നാടിന് മാത്രം അവകാശപ്പെട്ട സവിശേഷതയാണ്. എന്നാൽ ഇപ്പോൾ പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം കുറച്ച് വർഷം മുൻപ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അത് ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല. പൊതുവിദ്യാലയങ്ങൾ എല്ലാം തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു കാലം. വിദ്യാലയങ്ങളിൽ നിന്ന് വലിയ തോതിൽ കുട്ടികളുടെ ഒഴിഞ്ഞുപോക്കി. അതോടൊപ്പം തന്നെ തങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ തിരിച്ചറിഞ്ഞ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളും ഇനി വേറെ സ്കൂളിൽ പോകാം എന്ന നിലപാടെടുക്കുന്ന അവസ്ഥ. അതിൻ്റെ ഭാഗമായി പല സ്കൂളുകളും പൂട്ടിപ്പോയ നില. ഇങ്ങനെ പൊതുവിദ്യാലയ രംഗമാകെ തകർന്നു പോകുമോ എന്ന ശങ്കയായിരുന്നു. വെറും ശങ്കയല്ല, വലിയ തോതിലുള്ള ഉത്കണ്ഠ. പൊതുവിദ്യാലയങ്ങളെ സ്നേഹിക്കുന്നവരിലെല്ലാം കടുത്ത മനോവേദന എല്ലാം ഉള്ളൊരു കാലമുണ്ടായി. ആ ഘട്ടത്തിലാണ് കുറച്ച് വർഷം മുൻപ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. അന്ന് പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവരും അതുമായി സഹകരിച്ചു. നാടാകെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂളുകളിലുള്ള PTA, നാട്ടുകാർ, എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ, അങ്ങനെ നാടാകെ നല്ല രീതിയിൽ സഹകരിച്ച് പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു.